കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം രാജ്യത്താകെ ശക്തമായി തുടരുകയാണ്. ഇതിനു മുൻപ് ഇതുപോലെ നാം സംസാരിക്കുമ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോൾ നാട്ടിലുള്ളത്. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 1,21,763 ടെസ്റ്റുകൾ നടന്നു. അതിൽ 22,414 പേർ കോവിഡ് ബാധിതരാണെന്ന് കണ്ടെത്തി. ഇന്നത്തെ മരണസംഖ്യ 22 ആണ്. സംസ്ഥാനത്താകെ ഇപ്പോൾ 1,35,631 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കോവിഡിൻ്റെ രണ്ടാം തരംഗം പ്രകടമായതോടെ ടെസ്റ്റുകളുടെ എണ്ണവും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിരുന്നു. ഏപ്രിൽ 16 മുതൽ 20 വരെ 3,32,305 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ ദിവസങ്ങളിൽ ശരാശരി 17.69% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടായി. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് താരതമ്യേന കൂടുതലാണ്. ഈ ജില്ലകളിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണ മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന തോതിൽ രോഗവ്യാപനമുണ്ടാകുന്നു. ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല. കോവിഡ് മഹാമാരി ഉയർത്തുന്ന ഭീഷണി മനുഷ്യരാശിയെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. ലോകത്താകെ ഏകദേശം 30 ലക്ഷം ആളുകളാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ മരണപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ കോവിഡ് തരംഗം ആരോഗ്യ വിദഗ്ധരുടെ പോലും പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള വേഗം ആർജിച്ചിരിക്കുന്നു. ആശങ്കാജനകമായ സാഹചര്യമാണ് ഉടലെടുക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിക്കുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടാകുന്നത്. മരണങ്ങളുടെയും ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെയും ആശുപത്രി കിടക്കയില്ലാത്തതിൻ്റെയും വാർത്തകൾ വരുന്നു. ഈ വാർത്തകളിലൂടെ ഉരുത്തിരിയുന്ന ഭയാശങ്കകളോടെയല്ല നാം ഈ മഹാമാരിയെ നേരിടേണ്ടത്. ജാഗ്രതയോടെ ഈ രോഗത്തെ മികച്ച രീതിയിൽ തടഞ്ഞു നിർത്താൻ ആകുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ച ജനതയാണ് നാം. ആ അനുഭവ പാഠമാണ് കരുത്താകേണ്ടത്. കേരളത്തിൽ ഒന്നാമത്തെ തരംഗത്തിൻ്റെ സമയത്ത് സ്വീകരിച്ച നയം പരമാവധി ആളുകളെ രോഗം പിടിപെടാതെ സംരക്ഷിക്കുക എന്നതായിരുന്നു. അതോടൊപ്പം രോഗബാധിതരാകുന്നവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുകയും വേണം. അതുവഴി രോഗം ഉച്ചസ്ഥായിയിലെത്തുന്നത് പരമാവധി വൈകിപ്പിക്കാനാണ് നാം ശ്രമിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിട്ടും ഏറ്റവും അവസാനം മാത്രം രോഗവ്യാപനം ഉച്ചസ്ഥായിയിലെത്തിയ സംസ്ഥാനമായി കേരളം മാറി. 11% താഴെ ആളുകൾക്കാണ് കേരളത്തിൽ ആദ്യത്തെ തരംഗത്തിൽ കോവിഡ് ബാധിച്ചത്. ഇന്ത്യൻ ശരാശരി 25%. പല സംസ്ഥാനങ്ങളിലും
അത് 40% വരെ എത്തി. വയോജനങ്ങളുടെയും കോവിഡ് അപകടകരമാവുന്ന രോഗാവസ്ഥയുള്ളവരുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ടും വളരെ കുറഞ്ഞ മരണനിരക്ക് നിലനിർത്താനും നമുക്ക് സാധിച്ചു. ഒന്നാമത്തെ തരംഗം മറികടന്ന് രണ്ടാം തരംഗത്തെ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രോഗവ്യാപനമുണ്ടായാൽ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ടാകേണ്ട സർജ് കപ്പാസിറ്റി നന്നായി ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, നിലവിലെ സാഹചര്യത്തിൽ നമുക്കാവശ്യമായ ഓക്സിജൻ്റെ അളവ് 74.25 മെട്രിക് ടൺ ആണെങ്കിലും 219.22 മെട്രിക് ടൺ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 9735 ICU ബെഡുകളാണുള്ളത്. അതിൽ 901 ബെഡുകളിൽ മാത്രമാണ് കോവിഡ് രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിലുള്ള 2650 ICU ബെഡുകൾ മാത്രമെടുത്താൽ കോവിഡ്, നോൺ കോവിഡ് രോഗികൾ ഉൾപ്പെടെ 50% മാത്രം ഓക്യുപ്പൻസിയാണുള്ളത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി 3776 വെന്റിലേറ്ററുകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 277 വെന്റിലേറ്ററുകളിലാണ് നിലവിൽ കോവിഡ് ഓക്യുപ്പൻസി ഉള്ളത്. സർക്കാർ ആശുപത്രികളിലെ 2253 വെന്റിലേറ്ററുകളിൽ നിലവിൽ 18.2% മാത്രമാണ് ഓക്യുപ്പൻസി ഉള്ളത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, ഡിസ്ട്രിക്റ്റ് കോവിഡ് സെൻ്ററുകൾ എന്നിവയെല്ലാം ചേർന്ന് 2249 കേന്ദ്രങ്ങളിലായി 1,99,256 ബെഡുകൾ സജ്ജമാണ്. ഇതിനു പുറമെ കോവിഡ് ചികിത്സ നൽകാൻ തയ്യാറായ 136 സ്വകാര്യ ആശുപത്രികളിലായി 5713 ബെഡുകളും ലഭ്യമാണ്. ഇത്തരത്തിൽ വളരെ സമഗ്രവും സുസജ്ജവുമായ സംവിധാനം ഈ ഘട്ടത്തെ നേരിടാൻ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവ കൂടുതൽ വിപുലമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുക. കഴിഞ്ഞ തരംഗത്തിൽ ഡിലേ ദ പീക്ക് എന്ന നയമാണ് സ്വീകരിച്ചതെങ്കിൽ ഇത്തവണ ക്രഷ് ദ കർവ് എന്ന സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. അതിലൊന്നാമത്തേത് ബാക്ക് ടു ബേസിക്സ് അഥവാ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കിയും ഓരോരുത്തരും അവനവന് ചുറ്റും സുരക്ഷാ കവചം തീർക്കുക എന്നതാണത്. പ്രതിരോധത്തിൻ്റെ ആദ്യ പാഠം വീഴ്ചയില്ലാതെ നടപ്പിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ ഫലപ്രദമാണ് മാസ്കുകളുടെ ശരിയായ ഉപയോഗം. അതോടൊപ്പം ബ്രേക്ക് ദ ചെയിൻ കൂടുതൽ ശക്തമാക്കി തന്നെ
മുന്നോട്ട് പോകണം. അക്കാര്യം ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തേ മതിയാകും. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും അവരുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ബ്രേക്ക് ദ ചെയിൻ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുറപ്പുവരുത്തണം. രണ്ടാമത്തെ പ്രധാന കാര്യം 3 Cകൾ 3 Cs ഒഴിവാക്കുക എന്നതാണ്. ക്രൗഡിങ്, ആളുകൾ കൂട്ടം ചേരുന്നത്; ക്ലോസ്ഡ് സ്പേസസ്, അടഞ്ഞ സ്ഥലങ്ങൾ; ക്ലോസ് കോണ്ടാക്ട്സ്, അടുത്ത് ഇടപഴകൽ. ഇവയാണ് ഒഴിവാക്കേണ്ടത്. ഇതൊഴിവാക്കേണ്ടത് അനിവാര്യമാണ്. രോഗവ്യാപനത്തിൻ്റെ തോത് ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂട്ടം ചേരുന്ന പരിപാടികൾ പരമാവധി ഒഴിവാക്കുന്നതാകും ഉചിതം. പ്രോട്ടോക്കോൾ പ്രകാരം അനുവദനീയമായതിൽ കവിഞ്ഞ എണ്ണം ആളുകൾ കൂടുന്ന ഒരു പരിപാടിയും സംഘടിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ ചെയ്യാവുന്നത് കഴിയാവുന്നത്ര അത്തരം പരിപാടികൾ ഒഴിവാക്കുക എന്നതാണ്. നടക്കുന്നവയിൽ ഏറ്റവും കുറച്ച് പങ്കാളിത്തം ഉറപ്പുവരുത്തണം. പെട്ടെന്ന് തന്നെ രോഗം പകരുമെന്നതുകൊണ്ട് അടഞ്ഞ ഇടങ്ങളിൽ കൂട്ടം ചേരുന്നതും ഒഴിവാക്കേണ്ടതാണ്. വാക്സിനേഷൻ പരമാവധി ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ നൽകുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഇന്ത്യയിൽ വാക്സിൻ ഒട്ടും തന്നെ പാഴാക്കാതെ ഏറ്റവും വേഗത്തിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഒരു ദിവസം 3.5 ലക്ഷത്തിലധികം ആളുകൾക്ക് വാക്സിൻ നൽകാനുള്ള സംവിധാനം ഇതിനകം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. 62,25,976 ഡോസ് വാക്സിനാണ്. 62,25,976 ഡോസ് വാക്സിനാണ് ഇതുവരെ സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. വാക്സിനുകളുടെ ദൗർലഭ്യമാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ പ്രതിസന്ധി തക്ക സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വാക്സിനേഷൻ പോളിസി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അതുപ്രകാരം വാക്സിൻ ഉൽപ്പാദകർ 50% വാക്സിൻ മാത്രം കേന്ദ്ര സർക്കാരിന് നൽകിയാൽ മതി. ബാക്കി 50% സംസ്ഥാനങ്ങൾക്കും പൊതുവിപണിയിലേക്കുമായി മാറ്റിവെക്കുകയാണ്. നിർമ്മാതാക്കളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാനാണ് സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കോവിഡ് മഹാമാരി കാരണം സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത നേരിടുകയാണ്. സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വലിയ പ്രയാസമുണ്ടാക്കും. കേന്ദ്ര ഗവൺമെൻറ്റിന് 150 രൂപയ്ക്ക് ലഭിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് 400 രൂപക്കായിരിക്കും നൽകുക എന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് 600 രൂപയും ഈടാക്കും. ഇത്തരത്തിൽ വാക്സിൻ്റെ വില കുതിച്ചുയർന്നാൽ കോവിഡ് പ്രതിസന്ധി തീർത്ത സാമ്പത്തിക വിഷമതകളിൽ ഉഴലുന്ന സംസ്ഥാനങ്ങൾ
ഇത് കാരണം വലിയ പ്രതിസന്ധിയിലാകും. 45 വയസ്സിന് മുകളിലുള്ള 1,13,00,000 ആളുകൾക്ക് മെയ് 20-നുള്ളിൽ വാക്സിൻ നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നിത്യേന 2.5 ലക്ഷം പേർക്ക് വിതരണം ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ വാക്സിൻ ദൗർലഭ്യം കാരണം അത് തടസ്സപ്പെടുകയുണ്ടായി. ഇനി ദിവസേന 3,70,000 പേർക്ക് വിതരണം ചെയ്താൽ മാത്രമേ ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിനു പകരം സംസ്ഥാനങ്ങൾക്ക് അർഹമായ വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തേ മതിയാകും. വാക്സിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യ പരിപാലനം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അത് നിറവേറ്റുന്നതിന് സംസ്ഥാനങ്ങൾക്കാവശ്യമായ ക്വാട്ട ഉറപ്പാക്കുകയും മഹാമാരിയുടെ സാഹചര്യത്തിൽ അത് സൗജന്യമായി നൽകുകയും വേണം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ച് നീങ്ങേണ്ടതുണ്ട്. ഇക്കാര്യം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിൻ്റെ കാര്യത്തിൽ പൊതുവിപണിയിലെ ബിസിനസ്സുകാരോട് മത്സരിക്കാൻ സംസ്ഥാനങ്ങളെ തള്ളിവിടരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. വാക്സിൻ കരസ്ഥമാക്കാൻ കേന്ദ്ര സർക്കാർ ചാനൽ എന്നതിനു പകരം കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും അടങ്ങുന്ന ഗവൺമെൻറ് ചാനലാണ് വേണ്ടത്. ആവശ്യമായ വാക്സിൻ കിട്ടാത്തതുകൊണ്ട് കേരളം നേരിടുന്ന പ്രയാസവും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 50 ലക്ഷം ഡോസ് വാക്സിൻ അടിയന്തരമായി നൽകണമെന്ന് കേരളം കഴിഞ്ഞയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 5.5 ലക്ഷം ഡോസ് മാത്രമാണ് ലഭിച്ചത്. ഇത് കാരണം വാക്സിനേഷനുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ അടക്കം തടസ്സപ്പെട്ടു. കേരളം ആവശ്യപ്പെട്ടതിൽ ബാക്കിയുള്ള വാക്സിൻ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് അവലോകന യോഗം ചേർന്ന് വിലയിരുത്തി. അടിയന്തര പ്രാധാന്യത്തോടെ ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചില ക്രമീകരണങ്ങൾ വരുത്തുകയും നിയന്ത്രണങ്ങൾ കർക്കശമാക്കുകയും ചെയ്യും. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് മുൻഗണന നൽകും. ഒരു താലൂക്കിൽ ഒരു CFLTC എങ്കിലും ഉണ്ടാകും. CFLTCകൾ ഇല്ലാത്ത താലൂക്കുകളിൽ ഉടനെ സജ്ജമാക്കും. രോഗികളുടെ വർധനവിനനുസരിച്ച് കൂടുതൽ CFLTCകൾ തുറക്കും. 35% മുകളിൽ കോവിഡ് വ്യാപനമുള്ള സ്ഥലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടൽ നടത്തും. കോവിഡ് ആശുപത്രികൾ നിരീക്ഷിക്കാൻ സംസ്ഥാന തലത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഓരോ ദിവസവും സ്ഥിതിഗതികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു. ചില വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. മെയ് 1 ശേഷം 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള
വാക്സിൻ കൂടി ലഭ്യമാകുന്നതിനാൽ വലിയ തിക്കും തിരക്കും ഉണ്ടാകാനിടയുണ്ട്. പ്രയാസമില്ലാതെ ആളുകൾക്ക് വാക്സിൻ എടുത്തു പോകാനുള്ള സാഹചര്യം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുണ്ടാവണം. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അറിയിപ്പ് ലഭിച്ചവർ മാത്രം കേന്ദ്രത്തിലെത്തുന്ന സംവിധാനമുണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കോവിഡ് ബോധവൽക്കരണം ശക്തിപ്പെടുത്തണം. അതിനായി ക്യാമ്പയിൻ നടത്തണം. SMS ക്യാമ്പയിനുകൾ ശക്തിപ്പെടുത്തും. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഏറ്റവും പ്രധാനമാണ്. ഒന്നാം തരംഗത്തിൻ്റെ ഘട്ടത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായാണ് ഇടപെട്ടിരുന്നത്. അത് രോഗവ്യാപനം തടയുന്നതിനും രോഗം ബാധിച്ചവർക്ക് ആശ്വാസമെത്തിക്കുന്നതിനും വലിയ സഹായകരമായിരുന്നു. ഇപ്പോൾ പ്രായോഗികമായി ഉയർന്നു വന്നൊരു പ്രശ്നം, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വന്നു. അപ്പോൾ പഴയ അനുഭവമുള്ളവർ പലരും ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായിട്ടില്ല. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പലരും ഈ പ്രവർത്തനം നേരത്തെ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നേതൃത്വപരമായി നിർവഹിച്ചവരുമല്ല. ഇതിനകം തന്നെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഇക്കാര്യത്തിൽ ആവശ്യമായ പരിശീലനവും ബോധവൽക്കരണവും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അവർ പൊതുപ്രവർത്തനത്തിലൂടെ പ്രതിനിധികളായി വന്നവരാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമാന്യ ധാരണ ലഭ്യമാകുന്നതോടെ ഫലപ്രദമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഫലപ്രദമായി ഉണ്ടാകേണ്ടതുണ്ട്. ആ ഇടപെടലാണ് ഒന്നാം തരംഗത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിച്ചത് എന്ന അനുഭവം പാഠമാക്കിക്കൊണ്ട് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ഫലപ്രദമായ പങ്ക് വഹിക്കണമെന്ന് കണ്ടിരിക്കുകയാണ്. ഇതിലൊരു കാര്യം, ജനങ്ങളെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരും വീടുകളിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ഓരോ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിലും ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഉച്ചഭാഷണിയിലൂടെയുള്ള മുന്നറിയിപ്പുകൾ, ഈ ഘട്ടത്തിൽ നാം പാലിക്കേണ്ട മുൻകരുതലുകളും മാനദണ്ഡങ്ങളും കൃത്യമായി അറിയിക്കുന്ന നില തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും രോഗവിവരങ്ങളും ആ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിലുള്ള രോഗവിവരങ്ങൾ എന്താണ്, എത്ര കണ്ട് വ്യാപനം ശക്തിപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ കരുതൽ നടപടികൾ എടുക്കണം, ആ കാര്യങ്ങൾ നോട്ടീസ് വഴിയും പോസ്റ്ററുകൾ വഴിയുമൊക്കെ തദ്ദേശ സ്ഥാപന പരിധിയിൽ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടാവണം. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ ആളുകൾ എത്തിപ്പെടുന്ന വായനശാലകൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ, അതുപോലുള്ള പൊതു ഇടങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ പോസ്റ്ററുകളും നോട്ടീസുകളും മറ്റും
പ്രദർശിപ്പിക്കുന്ന നില സ്വീകരിച്ചാൽ കുറേ ആളുകളിൽ അത് എത്തിച്ചേരും. ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അതിനെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ഫലപ്രദമായി നടത്താൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നമ്മുടെ കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ, ഇപ്പോൾ വീടുകളിൽ കഴിയുന്ന രോഗികൾ പലതും അണുകുടുംബമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നേരത്തെ നാം എത്തിച്ചിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഫലപ്രദമായി ഇടപെടാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും. വാർഡ് തല സമിതികൾ നേരത്തെ പ്രവർത്തിച്ചതാണ്. ആ വാർഡ് തല സമിതികൾ പുനർജീവിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യം ആയതുകൊണ്ട് ബൂത്ത് തല സമിതികൾ തന്നെ ആലോചിക്കുന്നുണ്ട് എന്ന വിവരമുണ്ട്. ബൂത്ത് തല സമിതിയാകുന്നതിന് തകരാറൊന്നുമില്ല. പക്ഷേ വാർഡ് തല സമിതി പ്രധാനമായും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. വാർഡ് തല സമിതിയുടെ നേതൃത്വം ആ വാർഡിൻ്റെ തദ്ദേശഭരണ സ്ഥാപനത്തിലെ അംഗത്തിനായിരിക്കും. അതിനോടൊപ്പം നേരത്തെ സഹകരിച്ച എല്ലാവരും ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അവർക്ക് മരുന്നെത്തിക്കണം, ഭക്ഷണം ചിലപ്പോൾ എത്തിക്കേണ്ടതായിട്ട് വരും. രോഗികളായിട്ടുള്ള ആളുകൾ കുടുംബത്തിൽ പെട്ടുപോയാൽ വേറെ സഹായത്തിന് ആളുണ്ടാവില്ല. അപ്പോൾ അതിനാവശ്യമായ സഹായങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യമുണ്ടെങ്കിൽ അപ്പോൾ സാഹചര്യം മനസ്സിലാക്കി ഇടപെടുന്നതിന് അവിടെയുള്ള തദ്ദേശഭരണ സ്ഥാപനത്തിനാണ് കഴിയുക. അത് വാർഡ് തല സമിതിയിലൂടെയാണ് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുക. ഇപ്പോൾ സർക്കാർ ജീവനക്കാരിൽ 50% ഉദ്യോഗസ്ഥർക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തുകയാണ്. മറ്റ് ജീവനക്കാരെ കോവിഡ് നിയന്ത്രണ പരിപാടികൾക്കായി ജില്ലാ കളക്ടർമാർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ജില്ലാ കളക്ടർമാർ ആ ജില്ലയിൽ ലഭ്യമാകുന്ന ജീവനക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ പ്രദേശത്തും കോവിഡ് പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ഇതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലും വർക്ക് ഫ്രം ഹോം നടപ്പാക്കാൻ സ്ഥാപന മേധാവികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകൾ ഈ സ്ഥാപന മേധാവികളുമായി ബന്ധപ്പെടുന്ന നിലയും സ്വീകരിക്കും. അടുത്ത ഏപ്രിൽ 24 ശനിയാഴ്ച അന്ന് പൊതുവെ അവധി നൽകുകയാണ്. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ, സഹകരണ സ്ഥാപനങ്ങൾ ഇവയുടെയെല്ലാം ഓഫീസുകൾക്ക് അവധി നൽകുകയാണ്. എന്നാൽ ആ ദിവസം നടക്കേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷയുണ്ട്. അതിന് മാറ്റമുണ്ടാവില്ല. 24, 25 തീയതികളിൽ അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ നിശ്ചയിച്ച കല്യാണം, ഗൃഹപ്രവേശം അതുപോലുള്ള ചടങ്ങുകൾ ഈ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരം ചടങ്ങുകൾക്ക് 75 പേര് എന്ന പരിധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ചടങ്ങ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് 75-ലെത്തിക്കാതെ പങ്കാളിത്തം എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. പൊതുവിൽ നിലവിലുള്ള സാഹചര്യം വിലയിരുത്തി ഈ പരിധി തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറയ്ക്കേണ്ട കാര്യവും ആലോചിക്കേണ്ടി വരുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. സാമൂഹ്യ അകലം പാലിക്കൽ വളരെ പ്രധാനമാണ്.
പൊതുസ്ഥലങ്ങളിൽ മാത്രമല്ല ഹാളിനകത്തുള്ള പരിപാടികളിലും നല്ല ശ്രദ്ധയുണ്ടാവണം. കാരണം അവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ വൈറസ് ബാധ ഏൽക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമേ ഈ ഘട്ടത്തിൽ പാടുള്ളൂ. ട്യൂഷൻ സെൻ്ററുകൾ ഇപ്പോൾ നടത്തേണ്ടതില്ല. സമ്മർ ക്യാമ്പുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും തുടരേണ്ടതില്ല. ബീച്ച്, പാർക്ക് ഇവിടങ്ങളിൽ പ്രോട്ടോക്കോൾ പാലിക്കുന്നത് പൂർണ്ണമായും ഉറപ്പാക്കണം. പോലീസും സെക്ടർ മജിസ്ട്രേറ്റുമാരും ഇക്കാര്യം ഉറപ്പാക്കും. രാത്രികാല നിയന്ത്രണം ശക്തമായി തുടരും. എന്നാൽ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിന് വിഷമമുണ്ടാകാതെ ശ്രദ്ധിക്കാൻ കഴിയേണ്ടതുണ്ട്. കാരണം ഈ ഘട്ടം നോമ്പുകാലാണ്. നോമ്പുകാലാകുമ്പോൾ ചിലർ വീടുകളിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കില്ല, ഹോട്ടലിനെ ആശ്രയിക്കുന്നവരായിരിക്കും. അത്തരം ആളുകൾക്ക് ഭക്ഷണം ലഭ്യമാകുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള ക്രമീകരണം അത് സ്ഥലത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നോമ്പിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ, ചില പ്രാർത്ഥനകൾ അല്പം 9 മണിയൊക്കെ കഴിഞ്ഞു നടത്തുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അത് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടത്തുന്നതിനും അനുമതി നൽകണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ വാർഡ് തല സമിതിയിൽ വാർഡ് അംഗം, ആശാ വർക്കർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസിൻ്റെ പ്രതിനിധി, വളണ്ടിയർ, റവന്യൂ അധികൃതർ ഇവരെല്ലാം അടങ്ങിയൊരു ടീം, അതാണ് നേരത്തെ പ്രവർത്തിച്ചത്. എല്ലാ വാർഡിലും ആ തരത്തിലുള്ള ടീം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ഇതോടൊപ്പം നേരത്തെ ഫലപ്രദമായി നമ്മുടെ വളണ്ടിയർമാരുണ്ടായിരുന്നു, സന്നദ്ധ പ്രവർത്തകർ. ആ സന്നദ്ധ പ്രവർത്തകരിൽ ചിലർ അവരുടേതായ കാരണങ്ങളാൽ ഇപ്പോൾ സ്ഥലത്തില്ലാതെയൊക്കെയുണ്ട്. പ്രായോഗികമായി അവർക്ക് ഈ സന്നദ്ധ പ്രവർത്തനത്തിന് കഴിയാത്ത അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പുതിയ വളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും ഈ ഘട്ടത്തിൽ തന്നെ അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്സിജൻ ആവശ്യത്തിന് നമുക്കുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ ലഭ്യത വിലയിരുത്തുന്നതിന് ഒരു വിദഗ്ധ സമിതി പരിശോധിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതിഥി തൊഴിലാളികൾക്ക് അതത് സ്ഥലങ്ങളിൽ നിന്ന് വാക്സിനേഷൻ നൽകാൻ കഴിയണം. തൊഴിലിന് തടസ്സം വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണമൊരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ഈ മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്ക് ഏറ്റവും പ്രധാനമാണ്. അതിനായി നല്ല രീതിയിൽ സ്വകാര്യ ആശുപത്രികൾ സഹകരിക്കേണ്ടതുണ്ട്. സ്വകാര്യ ആശുപത്രികൾ നേരത്തെയും സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കാൻ സന്നദ്ധമായിരിക്കും. ഇപ്പോൾ അവർ ഇതിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യം കൂടുതൽ നല്ല നില എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയുമെന്ന കാര്യം ആലോചിക്കുന്നതിനായി സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും വിളിച്ചു ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത് തന്നെ തീയതി തീരുമാനിക്കുന്നതാണ്.
നിയന്ത്രണങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നത് ശരിയാണ്. പക്ഷേ ഭാവി കരുതി ഇതൊരു മഹാമാരിയെ നേരിടുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും തീവ്രവ്യാപനമുള്ള മഹാമാരിയായിട്ടാണ് ഇതിൻ്റെ സ്വഭാവം കാണുന്നത്. അപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടായാലും ഈ മാനദണ്ഡങ്ങളുമായി, നിശ്ചയിക്കുന്ന പ്രോട്ടോക്കോളുമായി എല്ലാവരും സഹകരിക്കാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും രോഗബാധയുടെ തോത് വല്ലാതെ വർദ്ധിച്ചതാണ്. അപ്പോൾ അത് കണക്കെടുക്കുമ്പോൾ നല്ല ജാഗ്രത നാം പുലർത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്.